വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പെയിനിന്റെ സ്വയംഭരണ അതിർത്തി നഗരമായ ക്യൂറ്റയിലേക്ക് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ തള്ളിക്കയറിയതിനെ തുടർന്ന് സ്പാനിഷ് അതിർത്തിയിൽ വൻ കടുത്ത സുരക്ഷാ പ്രതിസന്ധിയും സംഘർഷാവസ്ഥയും ഉടലെടുത്തിരിക്കുന്നു. വ്യാഴാഴ്ച അതിർത്തി കടമ്പകളും കാവൽ കേന്ദ്രങ്ങളും കടന്ന് പ്രളയം പോലെ ആയിരക്കണക്കിന് ആളുകൾ കടലിൽ ചാടി നീന്തിയും കട്ടികൂടിയ കോൺക്രീറ്റ് ബണ്ടുകൾ വഴി കടന്നും ക്യൂറ്റയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഈ അതിസാഹസികവും അപകടകരവുമായ ശ്രമത്തിനിടയിൽ 15-ലേറെ പേർ ജീവൻ വെടിഞ്ഞതായാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതിർത്തിയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നടിയുകയും പ്രാദേശിക ഭരണകൂടത്തിന് സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തതോടെ സ്പെയിൻ ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഗാർഡ് സേനയെ സഹായിക്കാനായി കരസേനയെയും മിലിറ്ററിയെയും വടക്കേ ആഫ്രിക്കൻ അതിർത്തിയിലേക്ക് അടിയന്തരമായി നിയോഗിച്ചു. നിലവിൽ സ്പെയിനിലും ക്യൂറ്റ അതിർത്തി പ്രദേശത്തും അത്യന്തം പിരിമുറുക്കം നിറഞ്ഞതും നിയന്ത്രണാതീതവുമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിർത്തി നഗരമായ ക്യൂറ്റയിലെ അഭയാർത്ഥി ക്യാമ്പുകളും പുനരധിവാസ കേന്ദ്രങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നഗരത്തിലെ വിഭവങ്ങൾ മുഴുവൻ തീർന്ന അവസ്ഥയിലാണെന്നും സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത ഇടപെടൽ വേണമെന്നും ക്യൂറ്റ പ്രാദേശിക ഭരണകൂടത്തിന്റെ തലവൻ ജുവാൻ ജീസസ് വിവസ് മഡ്രിഡിനോട് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച മാത്രം 2000-നും 3000-നും ഇടയിൽ ആളുകൾ അതിർത്തി കടന്നു എന്നാണ് സൂചന. എന്നാൽ ആകെ അതിർത്തി കടന്നവരുടെ എണ്ണം ഇതിലും എത്രയോ ഇരട്ടിയാണെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മൊറോക്കൻ അതിർത്തി നഗരമായ നിഡെക്, മെലീല എന്നിവിടങ്ങളിൽ കടക്കാൻ ശ്രമിച്ച അഭയാർത്ഥികൾക്ക് നേരെ മൊറോക്കൻ സുരക്ഷാ സേന വാട്ടർ ക്യാനനുകൾ പ്രയോഗിക്കുകയും കടുത്ത ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തു. കലുഷിതമായ ഈ സാഹചര്യം ഉടനടി ശാന്തമാക്കുമെന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അറിയിച്ച സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വെള്ളിയാഴ്ച ക്യൂറ്റ സന്ദർശിക്കുന്നുണ്ട്. അഭയാർത്ഥികൾ എന്തിനാണ് വൻതോതിൽ സ്പെയിനിലേക്ക് വരുന്നത് എന്നതിന്റെ പ്രധാന കാരണം യൂറോപ്പിലെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വന്തം നാടുകളിലെ വൻ ആഭ്യന്തര സംഘർഷങ്ങളും വൻ സാമ്പത്തിക തകർച്ചയുമാണ്. വടക്കേ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും സ്പെയിനിന്റെ ഭാഗമായ ക്യൂറ്റയും മെലീലയുമാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് കരമാർഗം പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരേയൊരു ഭൂപ്രദേശം. ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി യൂറോപ്യൻ യൂണിയന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകൂടാൻ പാവപ്പെട്ട ആഫ്രിക്കൻ അഭയാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന പ്രധാന കവാടമാണിത്. കൂടാതെ സ്പാനിഷ് സുപ്രീം കോടതി ഈ മാസം എടുത്ത ഒരു നിർണായക വിധി പ്രകാരം കടൽമാർഗം ക്യൂറ്റയിലോ മെലീലയിലോ എത്തുന്ന അഭയാർത്ഥികളെ യാതൊരു വിചാരണയുമില്ലാതെ ഉടനടി മൊറോക്കോയിലേക്ക് തിരിച്ചയക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ വിധി വൻതോതിൽ പ്രയോജനപ്പെടുത്തി മനുഷ്യക്കടത്ത് സംഘങ്ങൾ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ കടൽമാർഗം അതിർത്തി കടക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് പെട്ടെന്നുണ്ടായ ഈ വൻ അഭയാർത്ഥി പ്രവാഹത്തിനുള്ള കാരണം. അതേസമയം അതിർത്തിയിലെ ഈ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സ്പെയിനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം തടയാൻ ഇറ്റലിയും സ്പെയിനും ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തിയില്ലാത്ത ഷെൻജൻ കരാർ സ്പെയിനുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി റദ്ദാക്കുമെന്നും അതിർത്തികൾ അടയ്ക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും വിദേശകാര്യമന്ത്രി അന്റോണിയോ താജാനിയും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിച്ച സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് ലൂയിസ് അൽബാരസ് ഇറ്റലി സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി അതിർത്തി പ്രതിസന്ധിയെ ആയുധമാക്കുകയാണെന്നും ഒരു പങ്കാളിത്ത രാജ്യത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പരസ്പര സഹകരണമാണെന്നും കുറ്റപ്പെടുത്തി. നിലവിൽ നഗരത്തിൽ പോലീസും സൈന്യവും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ആഫ്രിക്കൻ അഭയാർത്ഥികൾ ഒഴുക്ക് വർദ്ധിക്കുമോ എന്ന വലിയ ഭീതിയിലാണ് യൂറോപ്പും സ്പെയിനും.